ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും കുട്ടിയമ്മേ. ചെന്ന് അവനെ കൂട്ടിയിട്ട് വന്നോളൂ. ഇനിയും ഈ നാട്ടിലേക്ക് വന്നാലെന്താ? അപ്പുണ്ണി ജനിച്ചു വളർന്ന മണ്ണല്ലേ ഇത്? വരണം, വന്നല്ലേ പറ്റൂ. ചെന്നോളൂ. ആ പാവം ഭഗവതി. വേണമെങ്കിൽ കൂടെ വരാന്ന് കരുതിയാ വന്നത്. വെറുതെ എന്തിനാ കുഞ്ഞിരാമ? എന്റെ പണിയും തിരക്കൊന്നും നോക്കണ്ട. രേവതി മോക്ക് ഇപ്പൊ എങ്ങനെയാ? കുറെ മരുന്നുകളുടെ പുറത്തൊരു ജീവൻ നിലനിന്ന് പോണു. രണ്ടാമത്തെ വൃക്കയ്ക്കും തകരാറാത്രേ. ആ പിന്നെ കാശെന്തെങ്കിലും? നല്ല ആളാ ചോദിക്കുന്നത്. കുഞ്ഞിരാമൻ ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒന്ന് കരകയറിയാ മതിയായിരുന്നു. നേരെ ആവും കുട്ടിയമ്മേ. ഭഗവതി ഉണ്ടല്ലോ, എല്ലാം കണ്ടും കേട്ടുമല്ലേ ഇരിക്കണേ. അപ്പുണ്ണി ഒന്ന് ഇങ്ങോട്ട് വരട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറാവുന്നേ. അപ്പുണ്ണിയുടെ വരവ് എന്റെയും മോന്റെയും തലയിലെടുത്ത് നിങ്ങൾക്കൊക്കെ അറിയാലോ. അവിടുന്ന് അവനെയും കൂട്ടി വേറെ എവിടേക്കെങ്കിലും പോകാനുണ്ടായിരുന്നെങ്കിലോ എന്ന് വിചാരിക്കുക. ഏറ്റവും കൂടുതൽ സഹാനുഭൂതി കിട്ടേണ്ടവരാണ് മനസ്സിന്റെ സമനില തെറ്റി ഭ്രാന്തായി പോകുന്ന പാവം മനുഷ്യര്. ഭ്രാന്തനെന്ന വിളിപ്പേര് പോലും പാടില്ലാത്തതാണ്. താളം തെറ്റിയ മനസ്സുകളെ സ്നേഹിക്കാന്നുള്ളത് ഈശ്വരാരാധനയ്ക്ക് തുല്യ. ചെറുപ്പം തൊട്ടേ അപ്പുണ്ണിക്ക് ഇതിനും വരണുണ്ട്, ഭേദാവണമുണ്ട്. ഇത്രേ മനസ്സിലാക്കണ്ടു. ഇനി ഒരിക്കലും വന്നില്ലെന്നും വരാം, വന്നെന്നും വരാം. ഈശ്വര നിശ്ചയങ്ങളെ ഏറ്റുവാങ്ങാന്നല്ലാതെ നമ്മളെ കൊണ്ട് എന്താവും? ചികിത്സയിലല്ല കാര്യം. വലിയ മനപ്രയാസങ്ങൾക്ക് ഇടവരുത്തരുത്, ഉറക്കം നഷ്ടപ്പെടുത്തരുത്. അമ്മേ, ഒറ്റയ്ക്ക് കുറെ കഷ്ടപ്പെട്ടു അല്ലേ എന്റെ മോനെ? കുട്ടമ്മേ, ഇതെത്രയാ? 1, ഇതോ 5, ഇത് 10. ഇതെന്റെ കുട്ടിയമ്മയുടെ നരച്ച കൊടയാ. എന്റെ അച്ഛൻ വേലായുധം കല്യാണത്തിന് വാങ്ങിച്ചെന്നാണേ, അതുകൊണ്ടത് നിലത്ത് വെക്കാത്തത്. ഇപ്പൊ മനസ്സിലായില്ല അപ്പുണ്ണിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ദേ ഇവിടെ വരുമ്പോ എന്ത് ചോദിച്ചാലും തരും. ഇത് മാത്രം എന്താ ഒരെണ്ണം കത്തിക്കണോ? അസുഖം വന്നു തുടങ്ങണ നേരത്തെ ഉറക്കം കിട്ടാതാവുമ്പോ ഈ നാശം എവിടുന്നാന്നറിയില്ല ഇവന്റെ കയ്യിൽ വന്നു ചേരും. ഇല്ലാച്ച ഈ വക ദുശീലങ്ങളൊന്നും അധികം പുകഴ്ത്തി പറയണ്ട. വൈദ്യരുടെ മോളെ എന്നെ കൊണ്ട് കെട്ടിക്കും. കെട്ടിച്ചെന്നാ കെട്ടോ? നീയല്ലേ പറയാറ് അവിടെ കുന്നിന്റെ മോളിൽ ഒരാൾ കാത്തിരിപ്പുണ്ടെന്ന്. അപ്പുണ്ണി, അമ്മയെ അനുസരിച്ച് കഴിയണട്ടോ. മരുന്നുകൾ മുടക്കരുത്. പോയിക്കോളൂ. ഇനി ഇങ്ങോട്ട് വരാൻ ഇടയാകാതിരിക്കട്ടെ. ഇറങ്ങണം. സുന്ദര, ദേ അപ്പുണ്ണി ഇറങ്ങിയല്ലോ. അപ്പുണ്ണിയായി. ഓ, മേലൂരിലെ കാറ്റിന് നിന്റെ മണമുള്ളതുകൊണ്ട് നീ ഇവിടെ ഇല്ലെന്ന് തോന്നാറില്ലടാ. അവിടത്തെ കാറ്റിന് നിന്റെ നാറ്റില്ലാത്തോണ്ട് സമാധാനം ഉണ്ടായിരുന്നു. സന്തോഷായി പോരെ? അപ്പുണ്ണിയെ കൂട്ടാൻ ഞാനും കൂടി വരാന്ന് പറഞ്ഞല്ലേ അമ്മേ? നിന്നെ മെനക്കെടുത്തണ്ടാന്ന് കരുതിട്ടാ. പിന്നെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇപ്പൊ കാഴ്ചക്ക് ഒരു കുഴപ്പമില്ല. മുഴുവനായിട്ട് സുഖമായില്ലേ? അയ്യോ, ഞാൻ എന്റെ കാര്യമല്ല ചോദിച്ചേ. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ എന്നെ ആ പ്രാന്താശുപത്രിയിൽ നിന്ന് കയറി ഒരു കസിനിക്ക. നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചേ. ആ, അങ്ങനെ പോണു മോനെ. ഈ എവിടെ ഇല്ലാത്ത 2-3 മാസം ചോന്ന ലഡുവിന് കോളുകാരും വന്നില്ല പുണ്യെ. ആഹാ, അപ്പൊ ഒരു 3 മാസത്തെ പഴക്കണ്ടല്ലേ? പോടാ അവിടുന്ന്. ചോന്ന ലഡുവിന്റെ ആള് ഇയാണെന്നാ പറഞ്ഞേ. ഞാനല്ല, മേലൂർ കുന്നിന്റെ മുകളിലൊരാള് കണ്ണീരും കൈയായിട്ട് കാത്തിരിക്കുന്നതാണേ. കാണുമ്പോ ഇതങ്ങോട്ട് കൊടുത്തില്ലിങ്ങ യുദ്ധാവും. യുദ്ധം. അച്ഛാ, ദേ അപ്പുണ്ണിയേട്ടൻ വന്നു. എന്റെ ഭഗവതി. എടി തുമ്പപ്പുവേ, അപ്പുണ്ണിയേട്ടൻ റിലീസായി. പുതിയ കോപ്പി എങ്ങനെയുണ്ട്? ഒരു 3 തവണ നിന്നെ അവിടെ കാണാൻ വന്നു. നിർബന്ധം പറഞ്ഞപ്പോ ഒരു തവണ അശ്വതിയും കൂട്ടി. മരിച്ചു കിടക്കുന്നതിനും പ്രാന്തായി ചങ്ങലക്ക് കിടക്കുന്നതിനും ആരൊക്കെ കാണാൻ വരുന്നെന്ന് വല്ല കണക്കുണ്ടാവോ? അപ്പൊ നീ എന്നെ കാണാൻ വന്നിരുന്നല്ലേ?
എങ്ങനെയാ എന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നോ? നിന്റെ ഒരു തമാശ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നീ. കളിയാട്ടക്കാവിലേക്ക് കോഴിയും പണവും നേർച്ച, ദിവസം ഭഗവതിയോട് സങ്കടം പറച്ചില്, നീ പേടായി ഇറങ്ങാൻ. ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥനയാ, അതുകൊണ്ട് തന്നെയാ പിന്നെയും പിന്നെയും ഞാൻ ഇറങ്ങി വരണേ. എനിക്കറിയാം ആ കിടപ്പ് അവിടെ കിടന്നുപോയാ പോയില്ലേ. അങ്ങോളം ചെന്നെത്തണ്ടേ, വെയില് മൂക്കണ്ട, ചെന്നോളൂ.